ഓം നമോ ഭഗവതീ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 19 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 20-ാമത്തെ ശ്ലോകം നോക്കാം. സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. വിഭക്തേഷു, വിഭക്തങ്ങളായ, വിഭജിക്കപ്പെട്ടതായി കാണപ്പെടുന്ന അഥവാ വിവിധങ്ങളായി കാണപ്പെടുന്ന സർവഭൂതേഷു, സർവഭൂതജാലങ്ങളിലും ജീവജാലങ്ങളിലും അവിഭക്തം, അവിഭക്തമായത്, അതായത് വിഭജിക്കാനാവാത്തത്, അവിഭക്തവും അവ്യയം നാശരഹിതവുമായ ഏകം ഭാവം, ഏകഭാവം, യേന ഏതൊരു ജ്ഞാനത്താൽ ഈക്ഷതേ കാണുവാൻ കഴിയുന്നുവോ തത് ജ്ഞാനം, ആ ജ്ഞാനം സാത്വികം വിദ്ധി, സാത്വികം എന്നറിയുക. വിവിധങ്ങളായി വിഭജിക്കപ്പെട്ടവയായി കാണപ്പെടുന്ന ഈ സകല ഭൂതജാലങ്ങളിലും വിഭജിക്കാനാവാത്തതും നാശരഹിതവുമായ ഏകഭാവം ഏതൊരു ജ്ഞാനത്താൽ കാണുവാൻ കഴിയുന്നുവോ ആ ജ്ഞാനം സാത്വികമായ ജ്ഞാനം എന്ന് അറിയപ്പെടുന്നു. വിവിധങ്ങളായ നാമരൂപങ്ങൾ മൂലം പലതായി കാണപ്പെടുന്ന പ്രപഞ്ച സൃഷ്ടികളെല്ലാം വിഭജിക്കപ്പെടാനാവാത്തതും നാശരഹിതവുമായ ഒരു ഏകഭാവത്തെ, അതിലെല്ലാം ആ ഏകത്വത്തെ ദർശിക്കുവാൻ ഏതൊരു ജ്ഞാനത്താൽ കഴിയുന്നുവോ ആ ജ്ഞാനത്തെ സാത്വിക ജ്ഞാനം എന്നറിയുക. അതായത് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം വിവിധങ്ങളായി ആണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പല രൂപങ്ങളും നാമങ്ങളും ഒക്കെ ആയിട്ട് വിവിധങ്ങളായിട്ട്, വിഭക്തങ്ങളായിട്ടാണ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം, ജീവജാലങ്ങളെല്ലാം നമ്മൾ കാണപ്പെടുന്നത്. അങ്ങനെ ഈ വിവിധങ്ങളായ പ്രപഞ്ച സൃഷ്ടികളിലെല്ലാം വിഭജിക്കപ്പെടാനാവാത്ത ഒരു ഏകഭാവമുണ്ട്, നാശരഹിതമായ ഒരു ഏകഭാവമുണ്ട്. ഇവയെല്ലാം കോർത്തിണക്കുന്ന ഒരു ഏകഭാവമുണ്ട്. ആ ഏകത്വത്തെ ദർശിക്കുവാൻ ഒരു ജ്ഞാനം വേണം. അങ്ങനെ ഈ വിഭജിക്കപ്പെട്ടതായി തോന്നിക്കുന്ന ഈ പ്രപഞ്ച സൃഷ്ടികളിലെല്ലാം വിഭജിക്കപ്പെടാനാവാത്ത നാശരഹിതമായ ആ ഏകത്വത്തെ ദർശിക്കുവാൻ ഏതൊരു ജ്ഞാനത്താൽ കഴിയുന്നുവോ, ഏതറിവുണ്ടായാൽ ഈ ഏകത്വത്തെ അറിയാൻ കഴിയുന്നുവോ ആ അറിവിനെ, ആ ജ്ഞാനത്തെ സാത്വിക ജ്ഞാനം എന്ന് പറയാം. കലം, കുടം, ചട്ടി ഇവയെല്ലാം വിവിധ നാമരൂപങ്ങളിൽ കാണപ്പെടുന്നുവെങ്കിലും ഇവയുടെ എല്ലാം അടിസ്ഥാനം മണ്ണ് മാത്രമാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മണ്ണാണ്. പക്ഷേ അത് ഓരോരോ രൂപങ്ങളിൽ മെനഞ്ഞെടുക്കുമ്പോൾ അതിനെ കലം, ചട്ടി, കുടം എന്നെല്ലാം പറയുന്നു. ആകൃതിയും പേരും മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ ഉണ്മ ഒന്ന് തന്നെയാണ്, മണ്ണ് തന്നെയാണ്. അതുപോലെ ദൃശ്യപ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം വിവിധ നാമരൂപങ്ങളിൽ കാണപ്പെടുന്നുവെങ്കിലും ഇവയുടെ എല്ലാം ഉണ്മ ഏകമാണ്, ഒന്നാണ്. അപ്പോൾ ഈ ഏകമായ പ്രകൃതിയുടെ പരിണാമങ്ങൾ മാത്രമാണ് വിവിധങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ വിവിധങ്ങളായ വസ്തുക്കളിൽ ഏകമായ ആ ഉണ്മയെ അറിയുവാൻ, ഈ തത്വത്തെ സാക്ഷാത്കരിക്കുവാൻ ഉതകുന്ന അറിവാണ്
ഉത്തമമായ അറിവ് അഥവാ ജ്ഞാനം. അത്തരത്തിലുള്ള ഈ ഏകത്വത്തെ ദർശിക്കുവാൻ കഴിയുന്ന ജ്ഞാനമാണ് സാത്വികമായ ജ്ഞാനം എന്നറിയുക. അപ്പോൾ താനും മറ്റുള്ള ജീവജാലങ്ങളും എല്ലാം ഏകമായ ഉണ്മയാണ് എന്ന ചിന്ത നമ്മിൽ വളരും. ഇതെല്ലാം ഏകമായ സത്തയുടെ ഭാവങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ആ ജ്ഞാനം ഏതാണോ ആ ജ്ഞാനമാണ് സാത്വികമായ ജ്ഞാനം എന്ന് ഭഗവാൻ പറയുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.